പ്രണാമം. ശ്രീരാമൻ ലക്ഷ്മണനോട് ഈ ജഗത്തിൻ്റെ മിഥ്യാത്വം കൂടുതൽ വിശദമായി വിവരിക്കുകയാണ്. ഒരു വശത്ത് ഇത് മിഥ്യയാണ്, ഇല്ലാത്തതാണ്. മറുവശത്ത് അത്യന്തം ദുഃഖപ്രദമാണ്. കൃഷ്ണൻ ഗീതയിൽ പറയും പോലെ അനിത്യം അസുഖം ലോകം. ഈ ലോകം അനിത്യമാണ്, അസുഖവുമാണ്. അതുകൊണ്ട് അർജുന, അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വ മാം. ലോകകാര്യങ്ങളൊക്കെ നടക്കട്ടെ, പക്ഷേ എന്നെ പൂർണ്ണമായും ആശ്രയിച്ച് ഭജിച്ചോളൂ. അതുതന്നെയാണ് ഇവിടെ ശ്രീരാമനും പറയാനുള്ളത്. നമ്മൾ ജഗത്തിൻ്റെ മിഥ്യാത്വത്തിനുള്ള യുക്തി ഇന്നലെ വിശദമായി ചർച്ച ചെയ്തു. ഇനി അതിൻ്റെ നിസ്സാരത വർണ്ണിക്കുകയാണ് രാമൻ. നമ്മൾ അർത്ഥം പറഞ്ഞ് അത് കുറെ വേഗം അങ്ങ് വായിച്ചു പോകും. അത് കഴിഞ്ഞ് ജീവൻ ശരീരമല്ല, ബ്രഹ്മമാണ് എന്ന കാര്യമാണ് രാമൻ പിന്നെ സമർത്ഥിക്കുന്നത്. ജീവോ ബ്രഹ്മൈവ എന്ന സിദ്ധാന്തം. വന്യസന്തപ്ത ലോഹസ്താംബുബിന്ദുനാസന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. തളച്ചു പഴുത്തിരിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണത്തിൽ ഒരു തുള്ളി വെള്ളം വീണാൽ ആ വെള്ളം എത്ര നേരം നിലനിൽക്കും? അത്രയൊക്കെ ഉള്ളൂ ഈ ജീവിതത്തിനും ഉള്ള വില. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കും അതുപോലെ കാലാഹിനാപരിഗ്രസ്തമാം ജീവനും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പാമ്പ് ഒരു തവളയെ വിഴുങ്ങുകയാണ്. ചക്ഷുശ്രവണം പാമ്പ്. ചക്ഷുശ്രവണ ഗളസ്തമാം കഴുത്തിലിരിക്കുന്ന ദർദുരം തവള ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ തവളയുടെ പകുതി ഭാഗവും പാമ്പിൻ്റെ വായ്ക്കകത്തായി. പക്ഷേ ആ വായ്ക്കകത്തിരുന്നുകൊണ്ട് പാമ്പ് തൻ്റെ അടുത്തുകൂടെ പോകുന്ന പൂച്ചകളെയും ഈച്ചകളെയും ഒക്കെ ഭക്ഷിക്കാൻ വെമ്പുകയാണ്. ഇതുതന്നെയാണ് മനുഷ്യൻ്റെയും സ്ഥിതി. കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. കാലമാകുന്ന കാളസർപ്പം ഏത് വ്യക്തിയെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിലരുടെ ശരീരത്തെ കുറെ വിഴുങ്ങി, ചിലരെ പകുതി വിഴുങ്ങി, ചിലപ്പോൾ അതിവേഗം തന്നെ മുഴുവനും വിഴുങ്ങി കളയും. അതിനിടയ്ക്ക് മോഹബദ്ധനായി ലോകസുഖങ്ങൾ അന്വേഷിക്കുകയും അതിനുള്ള സാമഗ്രികൾ നേടാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുകയാണ് മനുഷ്യൻ. ഇതിൻ്റെ അർത്ഥം ലോകസുഖങ്ങൾ വേണ്ടെന്നോ സുഖസാമഗ്രികൾ നേടാൻ പ്രയത്നിക്കേണ്ടെന്നോ ഒന്നുമല്ല. ഈ വസ്തുത അറിഞ്ഞുകൊണ്ട് നിസ്സംഗനായി എല്ലാം ഭഗവദർപ്പണമാക്കി തീർത്ത് ലോകസുഖങ്ങൾ അനുഭവിക്കൂ, സാമഗ്രികൾ സമ്പാദിക്കൂ, ഒരു തെറ്റുമില്ല. അതിൻ്റെ ക്ഷണഭംഗുരത അറിഞ്ഞിരിക്കണം, അത്രയുള്ളൂ. പുത്രമിത്രാർത്ഥകളത്രാദിസംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക് നീ. ലക്ഷ്മണ, ഭാര്യ, പുത്രൻ, കുടുംബം, ഭർത്താവ്, ബന്ധുക്കൾ, സഹോദരങ്ങൾ ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നീ ആലോചിച്ച് നോക്ക്, എത്ര നേരം ഇത് നിലനിൽക്കും? വളരെ അല്പകാലം. പെട്ടെന്ന് അതങ്ങ് മറയുകയാണ്. വലിയ ആശയോടുകൂടിയൊക്കെ നാം കെട്ടിപ്പടുക്കുന്നു, പക്ഷെ അതിവേഗം കാലം അതിനെയൊക്കെ വിഴുങ്ങുന്നു. പാന്തർപെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോലെ നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയസംഗമം. ഈ കുടുംബ ബന്ധം, അനേകം വഴിയാത്രക്കാർ പല മാർഗങ്ങളിൽ നിന്നും ഒരു വഴിയമ്പലത്തിൽ ഒരുമിക്കുന്നു. രാത്രി അവിടെ കഴിച്ചു കൂട്ടുന്നു. ഭക്ഷണപ്പൊതികളൊക്കെ അഴിച്ചുവെച്ച് പരസ്പരം സന്തോഷപൂർവ്വം പങ്കിട്ടും നേരം പോക്ക് പറഞ്ഞും അതൊക്കെ അനുഭവിക്കുന്നു. ആ വഴിയമ്പലത്തിൽ രാത്രി കഴിഞ്ഞുകൂടുന്നു. പിറ്റേ ദിവസം
ഓരോരുത്തരും അവരവരുടെ വഴിക്ക് കടന്നു പോകുന്നു. ഇതുപോലല്ലേ ഉള്ളൂ എല്ലാ കുടുംബജീവിതങ്ങളും. എവിടുന്നോ വന്നു ചേരുന്നു. വെറും മാനസിക സങ്കല്പങ്ങൾ. ഭാര്യാഭർത്തൃബന്ധവും പുത്രബന്ധവും കുടുംബബന്ധവും ധനബന്ധവും ഒക്കെ സങ്കൽപ്പിച്ച് ബന്ധപ്പെടുന്നു. എവിടുന്നോ സംഭവിക്കുന്നു. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുകയും ചെയ്യുന്നു. ഒന്നും വേണ്ടെന്നല്ല ഈ വസ്തുസ്ഥിതി. ഇത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ എന്നും കാണുന്നതാണ്. ഈ വസ്തുസ്ഥിതി നല്ലവണ്ണം ഓർമ്മിച്ചുകൊണ്ട് പണമുണ്ടാക്കൂ, സാധന സാമഗ്രികൾ മേടിക്കൂ, കുടുംബ ബന്ധങ്ങൾ പുലർത്തൂ. അങ്ങനെ ആയാലെന്താ ഗുണം? കുറേ അധികം പണം കിട്ടിയാൽ അത്ര തുള്ളിച്ചാടി അഹങ്കരിക്കില്ല. കൃഷ്ണൻ ഗീതയിൽ പറയുന്ന സമനല്ല അഭ്യസിച്ചുകൊണ്ട് നാം കർമ്മരംഗത്ത് വർത്തിക്കും. ഇവിടെ കുറച്ച് നഷ്ടം വന്നാൽ ദുഃഖിക്കാനുമില്ല, കുറച്ച് ലാഭം വന്നാൽ തുള്ളിച്ചാടി അഹങ്കരിക്കാനും ഒന്നുമില്ല. സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ. ഇതാണ് ഗീതയിലെ യോഗം. ജയത്തിലും പരാജയത്തിലും മനസ്സിന്റെ സമനില നഷ്ടപ്പെടാതെ നോക്കൂ. അതിനെന്താ വേണ്ടത്? സത്യം. സത്യം ഒന്നേ ഉള്ളൂ. ഈ പലത് കാണുന്നത് അനിത്യം, അസുഖം, ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു. നിൽക്കുമോ യൗവനവും പുനരധ്രുവം. ഐശ്വര്യം, സമ്പന്നത വരുന്നു പോകുന്നു. നമ്മൾ പത്രങ്ങളിലൊക്കെ നോക്കി കാണാറില്ലേ? എത്രയെത്ര ധനികന്മാർ വരുന്നു പോകുന്നു. യൗവനം എത്ര നാൾ നിൽക്കും? ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതനെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് കോളേജിലൊക്കെ കഴിഞ്ഞവരാണ്. അദ്ദേഹം വയസ്സായി മെലിഞ്ഞ് ക്ഷീണിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാം ഒരു സ്വപ്നം അല്ലേ? നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എത്രയോ പേര് കടന്നു പോയില്ലേ? അപ്പോൾ അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞത്, തീർച്ചയായും സാർ, എല്ലാം വെറും സ്വപ്നം. പക്ഷേ വയസ്സാവുമ്പോഴേ അത് തോന്നുന്നുള്ളൂ. വയസ്സായതിനു ശേഷം തോന്നിയിട്ട് വലിയ വിശേഷവുമില്ല. കാരണം അഭ്യസിച്ചുറപ്പിച്ച വാസനകളിൽ നിന്നും പിന്നെ രക്ഷപ്പെടാൻ എളുപ്പമേ അല്ല. നല്ല കാലത്ത് തന്നെ ഈ സത്യം അറിഞ്ഞുകൊണ്ട് ഭൗതിക സുഖങ്ങൾ അനുഭവിക്കുമെങ്കിൽ ഭാഗവതം പറയും പോലെ ഭുക്തഭോഗ പരിത്യക്ത. ഈ മായ ഭുക്തഭോഗ, വേണ്ടതൊക്കെ അനുഭവിച്ചു, ഇത്രയൊക്കെ ഉള്ളെന്ന് ബോധ്യപ്പെട്ടു. ഇന്നലെ കുടിച്ച പാൽപ്പായസം തന്നെ ഇന്നും ഒന്ന് ചിന്തിക്കുക, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. പരിത്യക്ത, ഉള്ളിൽ നിന്നും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ വേണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ വരട്ടെ, വേണ്ടെങ്കിൽ വേണ്ട. ഭുക്തഭോഗ പരിത്യക്ത ദൃഷ്ടദോഷ. എന്നിട്ടതിൻ്റെ ദോഷം, അതിലൊക്കെ മനസ്സ് കയറി ഒട്ടിപ്പിടിച്ചാൽ വരാവുന്ന ദോഷം. ദോഷം എന്ന് വെച്ചാൽ ഒരു സ്വസ്ഥതയും ജീവിതത്തിൽ കാണില്ലേ. ഒരു ഘട്ടം വരുമ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ തളർന്നു, ഭൗതിക സുഖമൊന്നും അനുഭവിക്കാനുള്ള കഴിവൊട്ടില്ല താനും. അനുഭവിക്കാനുള്ള ആഗ്രഹം പണ്ടത്തേതിലും 10 മടങ്ങാണ്. അതാണ് സത്യബോധമില്ലാതെ വാസനകളെ ശക്തിപ്പെടുത്തുന്നതുകൊണ്ട് വന്നു ചേരുന്ന ദുരന്തം. അത് ഒടുവിൽ പാകപ്പെടുത്തി ഭഗവന്മയമാക്കാമെന്ന് വെച്ചാൽ ഒന്നും എളുപ്പമല്ല. സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അല്പം ആയുസ്സും നിരൂപിക്ക ലക്ഷ്മണ. ലക്ഷ്മണ, ഈ ദാമ്പത്യ സുഖവുമെല്ലാം സ്വപ്നസമാനം, സ്വപ്നം പോലെ കടന്നു പോകുന്നു. ആയുസ്സോ വളരെ അല്പം. രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ്. അതുതന്നെയാണ് രാമനും പറയാനുള്ളത്. ദീർഘസ്വപ്നമിമം വിദ്ധി. ഈ ജീവിതം അല്പം നീണ്ട ഒരു സ്വപ്നം. ദീർഘസ്വപ്നമിമം വിദ്ധി
ദീർഘം വാ ചിത്തവിഭ്രമം, അല്ലെങ്കിൽ അല്പം നീണ്ട ഒരു ചിത്തവിഭ്രമം മാത്രമോ കുറച്ചുനാൾ അനുഭവിക്കാമെന്ന് വെച്ചാലോ? ഓർക്ക ഗന്ധർവ നഗരസമമിതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു. ഇന്നുള്ള ജീവിതത്തിലല്ല, മായാമയമായ പ്രപഞ്ച ജീവിതം ആരംഭിച്ച അന്ന് മുതൽ ഇതൊരു ഗന്ധർവ നഗരമാണ്. ആകാശമധ്യത്തിൽ ഭൂമി, അതിൽ വൻപിച്ച നഗരങ്ങൾ, ഇതൊക്കെ എങ്ങനെ ആർക്കും ചിന്തിച്ചറിയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇതൊരു ഗന്ധർവ നഗരമാണ്. പോട്ടെ, അതിലോ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു. ദൈവീ സമ്പന്നന്മാർ, ആസുരീ സമ്പന്നന്മാർ, ഈ രണ്ടു വർഗവും എല്ലാ കാലത്തും നിലവിലുണ്ടെന്നാണ് കൃഷ്ണൻ ഗീത 16-ാം അധ്യായത്തിൽ വിസ്തരിച്ചു പറയുന്നത്. അതുകൊണ്ട് ഒരു കൂട്ടർക്ക് മറ്റേ കൂട്ടരെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് ജീവിച്ചു കളയാം എന്ന് കരുതുകയേ വേണ്ട. ഇതെന്നും തുടരും. ഈ മായയുടെ ഏർപ്പാടതാണ്. അതില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? അതാണ് ഓർക്ക ഗന്ധർവ നഗരസമമിതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു. സൂര്യൻ വരുന്നു, അസ്തമിക്കുന്നു. ദിനയാമിന്യവസായം പ്രാതഃ. ഭജഗോവിന്ദത്തിൽ ആചാര്യസ്വാമികൾ പറയുമല്ലോ, രാത്രി പകല് വരുന്നു പോകുന്നു. ശിശിര വസന്തവും പുനരായാതഃ. ശിശിരവും വസന്തവും വരുന്നു പോകുന്നു. കാലക്രീഡത്തി, കാലം കളിക്കുന്നു. ഗച്ഛത്യായുഃ, ആയുസ് അതിവേഗം കടന്നു പോകുന്നു. തദപി നമുഞ്ചത്യാശാവായുഃ, എന്നാലും വൃദ്ധനായ മനുഷ്യൻ ലൗകികമായ ആശ വെടിയാൻ കരുത്തനായിത്തീരുന്നില്ല. ആദിത്യദേവനുദിച്ചിതു വേഗേന യാദപ്പതിയിൽ മറഞ്ഞിതു സത്വരം. യാദപ്പതി സമുദ്രം. നിദ്രയും വന്നിതു ഉദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. രാത്രിയായി ഉറങ്ങി, പിന്നെയും വെളുപ്പിന് സൂര്യൻ. ഇത്തം അതിഭ്രമമുള്ളോരു ജന്തുക്കളിത്തെ വിചാരിപ്പതില്ല കാലാന്തരം. അതിവേഗം ഈ കാലം അങ്ങനെ നമ്മൾ അറിയുന്നില്ല. കുറെ കഴിയുമ്പോഴാണ് അയ്യോ വർഷങ്ങളൊക്കെ കടന്നു പോയല്ലോ, ആയുസ് പോകുന്നതേതും അറിയില്ല. മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ അതൊന്നും ഞാൻ വിസ്തരിക്കണ്ടല്ലോ.